നീറ്റിന് പിന്നാലെ CBSEക്ക് പിന്നാലെ ഓരോ പരീക്ഷാ ക്രമക്കേടുകളായി ഒന്നൊന്നായി വെളിവാകുമ്പോൾ സ്വന്തം കുട്ടികൾ ഡോക്ടർ ആകുന്നതും എഞ്ചിനീയർ ആകുന്നതും അവരുടെ ഭാവിയും സാമ്പത്തിക സുരക്ഷിതത്വവും സ്വന്തം ജീവിതത്തെക്കാൾ വലുതായി കാണുന്ന ഇന്ത്യയിലെ മാതാപിതാക്കളോടാണ് ഒരു ചോദ്യം. ഇനിയും നിങ്ങൾ ഈ ഗവൺമെന്റിനെ പിന്തുണക്കുന്നുണ്ടോ? ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചില പേരുകൾ നിങ്ങൾ അറിയണം. സാർത്ഥക് സിദ്ധാന്ത്, വേദാന്ത് ശ്രീവാസ്തവ, നിസർഗ അധികാരി, റൈലൻ അനിൽ. ഇവരാരും കൊക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകരോ പ്രവർത്തകരോ അല്ല. ഗവൺമെന്റിനെതിരെ ശബ്ദിക്കുന്ന മീഡിയ അല്ല. പകരം സ്വന്തം പരീക്ഷാ റിസൾട്ടുകൾ അവതാളത്തിലായപ്പോൾ അതിനെതിരെ പ്രതികരിച്ച 16ഉം 17ഉം വയസ്സുള്ള കുട്ടികളാണ്. ആ പ്രതികരണത്തിന്റെ പേരിൽ പാകിസ്ഥാനി എന്ന് വിളി കേൾക്കപ്പെട്ടവരാണ്. ക്രമക്കേടുകളുടെ പിന്നിലെ ചിത്രം പക്ഷേ കൂടുതൽ ഇരുണ്ടതുമാണ്. ആ ഇരുട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര. ഇന്ത്യക്കാർക്ക് ഏറ്റവും പ്രധാനമായ കുട്ടികളുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ഉള്ളിൽ നിന്ന് നശിക്കുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് ശ്രദ്ധ കൊടുക്കുന്ന ചില കാര്യങ്ങൾ കേട്ടു നോക്കാം. നഗരങ്ങളുടെ പേര് മാറ്റം. ഫോർ എക്സാമ്പിൾ, അലഹബാദ് ബിക്കംസ് പ്രയാഗ്രാജ്, രാജ്പഥ് ബിക്കംസ് കർത്തവ്യപഥ്, ഗോവധ നിരോധനം, ഹലാൽ സർട്ടിഫിക്കേഷൻ, ലവ് ജിഹാദ് നിയമനിർമ്മാണം, ബുൾഡോസർ രാഷ്ട്രീയം. ചരിത്രത്തിൽ നിന്ന് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതെല്ലാം എടുത്തു മാറ്റി പുതിയ ചരിത്രം കുട്ടികളെ പഠിപ്പിക്കൽ, പാഠപുസ്തകങ്ങൾ മാറ്റി എഴുതൽ. ഏത് സമുദായമാണ് കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്നത് എന്ന മന്ത്രിമാരുടെ പ്രസ്താവന. ഇതിലേത് കാര്യത്തിനാണ് മുന്നോട്ട് കുതിക്കുന്ന ഇന്ത്യൻ ജനതയ്ക്ക് ഉപകാരമുണ്ടാകുന്നത്? നത്തിങ്. ഇതെല്ലാം നടക്കുമ്പോൾ മതം നോക്കാതെ, ജാതി നോക്കാതെ, നഗരത്തിന്റെ പേര് നോക്കാതെ ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായം ഉള്ളിൽ നിന്ന് ചിലർ കാർന്നു തിന്നുകയാണ്. അത് പുറത്തു കൊണ്ടുവന്ന കുട്ടികളാണ് മുകളിൽ പറഞ്ഞ പേരുകൾ. സാർത്ഥക് സിദ്ധാന്ത് ജാർഖണ്ഡിലെ റാഞ്ചിയിൽ നിന്നുള്ള 17 വയസ്സുകാരൻ ക്ലാസ് 12 വിദ്യാർത്ഥിയാണ്. തന്റെ ഫലം വന്ന ശേഷം പ്രതീക്ഷിച്ച മാർക്കില്ലാത്തതിനാൽ തന്റെ CBSE ആൻസർ ഷീറ്റിന്റെ സ്കാൻ കോപ്പി അവൻ അഭ്യർത്ഥിച്ചു. കിട്ടിയപ്പോൾ എന്തോ ശരിയല്ല എന്ന് തോന്നി. വീണ്ടും പരാതിപ്പെടുന്നതിന് പകരം സെൻട്രൽ പബ്ലിക് പ്രൊക്യൂർമെന്റ് പോർട്ടലിൽ CBSE ടെൻഡർ രേഖകൾ സ്വതന്ത്രമായി പരിശോധിക്കാൻ തുടങ്ങി. അവൻ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു. CBSE പരീക്ഷാ നടത്തിപ്പിനുള്ള കരാറിനായി ടെൻഡർ എടുത്തത് ആദ്യം 2025 ഫെബ്രുവരിയിലാണ്. ആദ്യ ടെൻഡറിൽ യോഗ്യതയുള്ള ഒരു കമ്പനിയും ഉണ്ടാകാഞ്ഞതിനാൽ മെയ് മാസം 2ാം ടെൻഡർ ഇറക്കി. 2025 ഓഗസ്റ്റിൽ 3ാം ടെൻഡർ ഇറക്കിയപ്പോൾ കോഎംറ്റ് എന്ന കമ്പനിയാണ് വിജയിച്ചത്. പക്ഷേ ടെൻഡറിന്റെ ഓരോ റൗണ്ടിലും കമ്പനിക്ക് അനുകൂലമായി ഉപാധികൾ നേർപ്പിക്കപ്പെട്ടുവത്രേ. ആദ്യ ടെൻഡറിൽ CMMI ലെവൽ 5 സർട്ടിഫിക്കേഷൻ വേണ്ടിയിരുന്നത് ലെവൽ 3 ആക്കി കുറച്ചു. ഏറ്റവും ചൂടുള്ള ആരോപണം, മുൻ ടെൻഡറിൽ ഉണ്ടായിരുന്ന ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികളെ ഒഴിവാക്കുന്ന ക്ലോസ് പുതിയ ടെൻഡറിൽ നിശബ്ദമായി നീക്കം ചെയ്യപ്പെട്ടു. ആർക്കാണ് 384 കോടി രൂപയുടെ ഈ കരാർ ലഭിച്ചത്? ടാറ്റ കൺസൾട്ടൻസി സർവീസിനെ തോൽപ്പിച്ച് വെറും 60ൽ താഴെ ജീവനക്കാരുള്ള ഒരു കമ്പനിക്കാണത്രേ. കോഎംറ്റ് എഡ്യൂടെക് എന്ന ഹൈദരാബാദ് കമ്പനി. CBSE ടെൻഡർ നേടുന്നതിന് മുമ്പ് ഇതിന്റെ പേര് ഗ്ലോബ് അറീന ടെക്നോളജീസ് എന്നായിരുന്നു. ഇവർക്ക് ഒരു ബ്ലാക്ക് ഹിസ്റ്ററി ഉണ്ട്. 2019 തെലങ്കാന ഇന്റർമീഡിയറ്റ് പരീക്ഷ നടത്തിയപ്പോൾ സോഫ്റ്റ്വെയർ ക്രമക്കേട് മൂലം 3.8 ലക്ഷം കുട്ടികളുടെ ഭാവി തകരാറിലാക്കിയ അതേ കമ്പനി തന്നെയായിരുന്നു പുതിയ പേരിൽ വന്നത്. ആ ദുരന്തത്തിൽ 20ൽ പരം വിദ്യാർത്ഥികളാണ് ആത്മഹത്യ ചെയ്തത്. 2019 3 ലക്ഷത്തിലേറെ കുട്ടികളുടെ ഭാവി തകരാറിലാക്കിയ അതേ കമ്പനിക്ക് 2026 CBSE ഫലനിർണ്ണയം നടത്താനുള്ള കരാർ. ടെൻഡർ നിബന്ധനകൾ 3 തവണ തിരുത്തിയ ശേഷം കോൺഗ്രസ് ഔദ്യോഗികമായി ചോദിച്ചു, ഇത്തരമൊരു ചരിത്രമുള്ള കോഎംറ്റിന് CBSE OSM കരാർ എന്തുകൊണ്ടാണ് കൊടുത്തത്? ആരുടെ നിർദ്ദേശത്തിൽ? ശരിയായ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് എന്തുകൊണ്ട് നടത്തിയില്ല? കോഎംറ്റ് മാനേജ്മെന്റും മോഡി സർക്കാരും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? സർക്കാർ ഉത്തരം പറഞ്ഞിട്ടില്ല. ആ ഉത്തരം പറയാത്ത ചോദ്യം പാർലമെന്റ് രേഖകളിൽ ഇപ്പോഴും ഇരിക്കുന്നു. സിദ്ധാന്ത് ആകട്ടെ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ എഡ്യൂക്കേഷന്റെ മുന്നിൽ ഹാജരായി പരിപൂർണമായ ഒരു പ്രസന്റേഷൻ കൊടുത്തു. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ CBSEയുടെ 2 മുതിർന്ന ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി. അന്വേഷണ കമ്മിറ്റി രൂപീകരിച്ചു. CBSE സോഷ്യൽ മീഡിയയിൽ റീഇവാലുവേഷൻ ഡെഡ്ലൈൻ ഓർമ്മിപ്പിക്കാൻ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ സിദ്ധാന്ത് പരസ്യമായി ഇങ്ങനെ പറഞ്ഞു, ദയവായി ഡെഡ്ലൈൻ നീട്ടണം. ഈ ആഴ്ച ഞാൻ നിങ്ങളുടെ ക്രമക്കേടുകൾ പുറത്തു കൊണ്ടുവരുന്ന തിരക്കിലായിരുന്നു. ആ ഒറ്റ വരി സഹിക്കെട്ട് പേടിയില്ലാതായ ഒരു പുതിയ തലമുറയുടെ ആത്മവിശ്വാസത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. സാർത്ഥക് സിസ്റ്റത്തെ പുറത്തുനിന്ന് തുറന്നു കാണിച്ചെങ്കിൽ വേദാന്ത് ശ്രീവാസ്തവ സിസ്റ്റത്തെ അകത്തു നിന്നാണ് തുറന്നു കാണിക്കുന്നത്. വേദാന്ത് ശ്രീവാസ്തവ ഡൽഹിയിലെ വിദ്യാർത്ഥിയാണ്. CBSE ക്ലാസ് 12 റിസൾട്ട് വന്ന ശേഷം തന്റെ ആൻസർ ഷീറ്റാണ് അവൻ ആവശ്യപ്പെട്ടത്. ലഭിച്ചത് പക്ഷേ പൂർണ്ണമായും അവൻ്റേതായിരുന്നില്ല. പല പേജുകളിലും കൈയക്ഷരവും എഴുതിയതും തീർത്തും വ്യത്യസ്തമായിരുന്നു. ഷീറ്റ് മറ്റൊരാളുടേതായിരുന്നു. ഈ വിവരം വേദാന്ത് എക്സിൽ പോസ്റ്റ് ചെയ്തു.
സുഹൃത്തുക്കൾ, സഹപാഠികൾ, അധ്യാപകർ, കുടുംബം, സ്കൂൾ അധികൃതർ എല്ലാവർക്കും കാണാവുന്ന തരത്തിൽ CBSE തെറ്റ് സമ്മതിച്ചു, ശരിയായ ഷീറ്റ് അയച്ചു, ഫലം തിരുത്താൻ ഉറപ്പു നൽകി. ഇവിടെ തീർന്നു എന്ന് കരുതിയെങ്കിൽ ഇല്ല, അടുത്തത് കേൾക്കൂ. വേദാന്തിന്റെ പോസ്റ്റ് വൈറലായ ഉടൻ ആളുകൾ ട്രോളിംഗ് തുടങ്ങി. ചിലർ ആന്റി നാഷണൽ എന്ന് വിളിച്ചു, മറ്റു ചിലർ പാകിസ്ഥാനി എന്ന് വിളിച്ചു. ഒന്ന് ആലോചിച്ചു നോക്കൂ, CBSE തനിക്ക് തെറ്റായ ആൻസർ ഷീറ്റ് അയച്ചു എന്ന് തെളിവ് സഹിതം കാണിച്ച ഒരു വിദ്യാർത്ഥിക്കാണ് പാകിസ്ഥാനി എന്ന വിളി കേൾക്കേണ്ടി വന്നത്. അവന്റെ പിന്നാലെ അണിനിരക്കുന്നതിന് പകരം ഇനി പാകിസ്ഥാനി എന്ന് വിളിച്ചവർ എല്ലാവരും വിവരമില്ലാത്ത അന്ധനായ ദേശഭക്തനായിരുന്നില്ല. വിളിച്ചവരിൽ ഒരാൾ ദൂരദർശൻ ന്യൂസിന്റെ പത്രപ്രവർത്തകൻ അശോക് ശ്രീവാസ്തവയായിരുന്നു. പിന്നീട് അയാൾ ക്ഷമ ചോദിച്ചുവെങ്കിലും ദ ഡാമേജ് വാസ് ഓൾറെഡി ഡൺ. പക്ഷേ ഇതൊരു റാൻഡം ഓൺലൈൻ ബുള്ളിയിങ് അല്ലെങ്കിൽ ഹരാസ്മെന്റ് അല്ല. ഈ സർക്കാരിനുള്ള ഒരു പ്രത്യേകതയാണ്, ഈ സർക്കാർ ചെയ്യുന്ന ഏത് കാര്യവും ചൂണ്ടിക്കാണിക്കുന്നവൻ ഉടനെ ആന്റി നാഷണലും ടുക്ഡേ ഗ്യാങ്ങിന്റെ മെമ്പറും പ്രസ്റ്റിറ്റ്യൂട്ടും പാകിസ്ഥാനിയുമായി മാറും. സ്വന്തം കാലിലെ മണ്ണടിച്ചു കൊണ്ടുപോയാലും അപ്പോഴും ആളുകൾ ന്യായീകരിക്കും എന്നർത്ഥം. കഴിഞ്ഞില്ല, അടുത്തു വരുന്നത് നീറ്റ് എക്സാം. 2026 മെയ് 3 രാത്രി 2.27 മില്യൺ വിദ്യാർത്ഥികൾ നീറ്റ് UG പരീക്ഷ എഴുതി മണിക്കൂറുകൾ കഴിഞ്ഞ് രാജസ്ഥാനിലെ സിക്കാറിൽ നിന്നുള്ള കെമിസ്ട്രി അധ്യാപകൻ ശശികാന്ത് സുധാരന് ഒരു ഡിസ്റ്റർബിംഗ് മെസ്സേജ് ലഭിച്ചു. അദ്ദേഹത്തിന്റെ വീട്ടുടമ ഗസ്റ്റ് പേപ്പറായി വൈറലാകുന്ന ഒരു PDF കാണിച്ചു കൊടുത്തു. സുധാർ ആ PDFും ആക്ച്വൽ നീറ്റ് പേപ്പറും തമ്മിൽ താരതമ്യം ചെയ്തു. കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് ഒന്നൊന്നായി മാച്ച് ആകുന്നത് കണ്ടു. അദ്ദേഹം ഉടനെ പ്രാദേശിക പോലീസിനെ സമീപിച്ചു. നാളെ കൃത്യമായ തെളിവുകളുമായി വരൂ എന്ന് പറഞ്ഞ് അവർ മടക്കി അയച്ചു. സുതാർ ആ രാത്രി ഉറങ്ങിയില്ല. സ്ക്രീൻഷോട്ട്സും ഡോക്യുമെന്റ്സും ശേഖരിച്ച് NTA മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് നേരിട്ടയച്ചു. പിന്നീടുള്ള അന്വേഷണം കണ്ടെത്തിയത് വാട്സപ്പും ടെലഗ്രാമും വഴി പ്രചരിച്ച ഗസ്റ്റ് പേപ്പേഴ്സിൽ 120-ലധികം ചോദ്യങ്ങൾ ആക്ച്വൽ എക്സാമിലുണ്ടായിരുന്നു. ചില റിപ്പോർട്ട്സ് പ്രകാരം 150 വരെ. നീറ്റ് UG 2026 മെയ് 12 റദ്ദാക്കപ്പെട്ടു. ജൂൺ 21 റീ എക്സാമിനേഷൻ. CBI രാജ്യവ്യാപക അന്വേഷണം ആരംഭിച്ചു. ഇതിന്റെ മറുവശമാണ് ഭയാനകം. ഇതിൽ നിന്ന് പണമുണ്ടാക്കിയവർ. ഇത് കിട്ടിയ അവസരം മുതലാക്കിയ ഒന്നായിരുന്നില്ല. കാലങ്ങളായി വർദ്ധിച്ചു വരുന്ന ഒരു റാക്കറ്റ് തന്നെ ഇതിനിടയിൽ ഉണ്ടായിരുന്നുവെന്ന് കാണാം. മറാഠി ട്രാൻസ്ലേഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട ഒരു റിട്ടയേർഡ് കെമിസ്ട്രി ടീച്ചർ കെമിസ്ട്രി സെക്ഷൻ ചോർത്തിയതായി ആരോപണം. പൂനെ ആസ്ഥാനമായ ഒരു ടീച്ചർ ഫിസിക്സ് ക്വസ്റ്റ്യൻസ് ചോർത്തിയതായി ആരോപണം. മറ്റൊരു സസ്പെക്ട് ബോട്ടണി സുവോളജി കോണ്ടന്റ് ചോർത്തി. CBI പ്രഹ്ലാദ് കുൽക്കർണിയെ അറസ്റ്റ് ചെയ്തു. മഹാരാഷ്ട്രയിലെ ലാത്തൂരിലെ ദയാനന്ദ് സയൻസ് കോളേജിലെ പ്രൊഫസർ. നീറ്റ് 2026 ചോദ്യപേപ്പർ സെറ്റ് ചെയ്ത കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആൾ. ചോദ്യപേപ്പറിൽ നേരിട്ട് ആക്സസ് ഉണ്ടായിരുന്ന ഇയാൾ ഇത് ഭീമൻ തുകയ്ക്ക് വിറ്റതായി ആരോപണം. NTA സബ്ജക്ട് എക്സ്പേർട്ടായി നിയോഗിക്കപ്പെട്ട മനീഷ സഞ്ജയ് ഹവൽദാർ എന്ന സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഫിസിക്സ് ക്വസ്റ്റ്യൻ ചോർത്തിയതിന് അറസ്റ്റ് ചെയ്യപ്പെട്ടു. ചോദ്യങ്ങൾ ഓർമ്മയിൽ നിന്ന് റീകോൾ ചെയ്ത് ഒരു വിദ്യാർത്ഥിക്ക് ഷെയർ ചെയ്ത് സ്കൂൾ കമ്പ്യൂട്ടറിൽ പ്രിന്റ് ചെയ്ത് എവിഡൻസ് നശിപ്പിക്കാൻ കൈയക്ഷര നോട്ട്സ് കത്തിച്ചു എന്ന് അവർ കുറ്റസമ്മതം നടത്തി. ഫൈനാൻഷ്യൽ ട്രയൽ ഇതിലും ഭയാനകമാണ്. മങ്കിലാൽ ബിവാൽ യാഷ് യാദവിൽ നിന്ന് 10 ലക്ഷത്തിനാണ് ചോർന്ന പേപ്പർ വാങ്ങിയത്. വിദ്യാർത്ഥികൾക്ക് അത് 12 ലക്ഷത്തിന് വിറ്റു. മഹാരാഷ്ട്രയിലെ ചില കുടുംബങ്ങൾ മിഡിൽ മെന്നിന് 5 മുതൽ 10 ലക്ഷം രൂപ വരെ കൊടുത്തതായി കണ്ടെത്തി. ചില റിപ്പോർട്ട്സിൽ കാൻഡിഡേറ്റ്സ് 30 മുതൽ 50 ലക്ഷം രൂപ വരെ കൊടുത്തു. ഒരൊറ്റ എക്സാം പേപ്പറിന് 30 മുതൽ 50 ലക്ഷം രൂപ വരെ. ബീഹാറിൽ നിന്നുള്ള ദരിദ്ര കുടുംബത്തിലെ ഒരു കുട്ടി, തമിഴ്നാട്ടിലെ ദളിത് സമൂഹത്തിൽ നിന്ന് ആദ്യമായി നീറ്റ് എഴുതുന്ന കുട്ടി, രാജസ്ഥാനിലെ ഗ്രാമത്തിൽ നിന്ന് വരുന്ന ഒരു ദരിദ്ര പെൺകുട്ടി. അവർ മെയ് 3 പ്രതീക്ഷകളോടെയും അതിലേറെ ആകാംക്ഷയോടെയും ഭയത്തോടെയും നീറ്റ് പരീക്ഷ എഴുതാൻ പരീക്ഷാ ഹാളിൽ എത്തിയപ്പോൾ അറിഞ്ഞില്ല തൊട്ടടുത്തിരിക്കുന്നവൻ ഒരു പക്ഷേ ആ പരീക്ഷ ജയിക്കാനായി 30 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞുവെന്ന്. പണമുള്ളവനെ ഡോക്ടറാക്കാൻ ഇറങ്ങിത്തിരിച്ച് പണമുണ്ടാക്കുന്ന ഒരു മാഫിയ വഴി. കുറ്റാരോപിതനായ ഒരാൾ ദിനേശ് ബിൻവാൽ ജയ്പൂർ റൂറൽ ഭാരതീയ ജനതാ യുവ മോർച്ചയുടെ ഫംഗ്ഷണറിയാണ് എന്നാണ് ആരോപണം. രാജസ്ഥാൻ BJP ഗവൺമെന്റ് FIR ഫയൽ ചെയ്യാൻ വൈകിപ്പിക്കുകയും കേസ് തുടക്കത്തിൽ അടിച്ചമർത്താൻ ശ്രമിക്കുകയും ചെയ്തു എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. BJP പക്ഷേ നിഷേധിക്കുന്നു. ഇതിനെ ഇനിയും ഭയാനകമാക്കുന്നത് CBI കണ്ടെത്തിയ മറ്റൊരു കാര്യമാണ്. 2025 നീറ്റ് UG ചോദ്യപേപ്പർ ഇതേ റാക്കറ്റ് കോംപ്രമൈസ് ചെയ്തിരുന്നു അത്രേ. പക്ഷേ നീറ്റ് ചോദ്യപേപ്പർ ലീക്കുമായി നാം ഓൾറെഡി പൊരുത്തപ്പെട്ടു കഴിഞ്ഞു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സ്ഥിരമായി നാം കാണുന്ന വാർത്ത, കണ്ട് തള്ളിക്കളയുന്ന വാർത്ത. അടുത്ത കഥ നിസർഗ അധികാരി എന്ന മറ്റൊരു കുട്ടിയുടേതാണ്. 19 വയസ്സുകാരനായ സൈബർ സെക്യൂരിറ്റി റിസർച്ചർ നിസർഗ അധികാരി കണ്ടെത്തിയ കാര്യം CBSE ആൻസർ ഷീറ്റുകളും ചോദ്യപേപ്പറുകളും പബ്ലിക്കലി ആക്സസിബിൾ ആയ AWS ക്ലൗഡ് സെർവറിലാണ് വെച്ചിരിക്കുന്നത്. പാസ്വേഡ് ഇല്ല, ഒതന്റിക്കേഷൻ ഇല്ല, ലിങ്ക് കിട്ടുന്ന ആർക്കും എല്ലാം കാണാം. വളരെ ഈസിയായി സൈറ്റ് ഹാക്ക് ചെയ്ത് നിസർഗ ഇത് റിപ്പോർട്ട് ചെയ്തു.
CBSE സ്വന്തം ദൗർബല്യങ്ങൾ സമ്മതിച്ചു, അത് ഫിക്സ് ചെയ്തു. പക്ഷേ ഒരു പ്രസ് കോൺഫറൻസോ അക്നോളജ്മെന്റ് സെറമണിയോ റിഫോം അനൗൺസ്മെന്റോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരിക്കലും മറ്റാർക്കും തുറക്കാൻ പാടില്ലാത്ത ആ വാതിൽ അവർ നിശബ്ദമായി അടച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അടുത്ത കുട്ടി റൈലൻ അനിലാണ്. ദുബായിൽ താമസിക്കുന്ന ഈ കുട്ടിയും CBSE 12ാം ക്ലാസ് വിദ്യാർത്ഥി തന്നെയാണ്. നിസർഗ അധികാരിയുടെ CBSE വർക്ക് കണ്ട് പ്രചോദിതനായ ഈ കുട്ടി സ്വയം കൈവച്ചത് JEE എന്ന മറ്റൊരു പരീക്ഷയിലാണ്. JEE അഡ്വാൻസ് റിസൾട്ട്സ് 2026 പോർട്ടൽ പരിശോധിക്കാനാണ് റൈലൻ തീരുമാനിച്ചത്. കണ്ടെത്തിയ കാര്യങ്ങൾ വിചിത്രമായിരുന്നു. ഒരു മിസ്കോൺഫിഗേർഡ് ഗൂഗിൾ ക്ലൗഡ് സ്റ്റോറേജ് ബക്കറ്റ് 1.8 ലക്ഷം വിദ്യാർത്ഥികളുടെ പേഴ്സണൽ എക്സാമിനേഷൻ ഡീറ്റെയിലുകൾ സീറോ ഓതന്റിക്കേഷനിൽ എക്സ്പോസ് ചെയ്യുന്നു എന്ന കാര്യം. നീറ്റ് റദ്ദാക്കിയതിനു ശേഷം റീ എക്സാം മാനേജ് ചെയ്യാൻ NTA ഉണ്ടാക്കിയ പോർട്ടലിൽ വളരെ ദുർബലമായ ക്രെഡൻഷ്യൽസ് ഉപയോഗിച്ച് സൂപ്പർ അഡ്മിൻ ലോഗിൻ ബൈപാസ് ചെയ്യൽ സാധ്യമാണ് എന്ന് കണ്ടെത്തി. എന്നുവെച്ചാൽ ആയിരക്കണക്കിന് ഒബ്സർവേഴ്സ്, കോർഡിനേറ്റേഴ്സ്, എക്സാം സെന്റേഴ്സ് ഇവയുടെ എല്ലാം വിവരങ്ങളാണ് വെളിവാകുന്നത്. ഇന്ത്യയുടെ നാഷണൽ സൈബർ സെക്യൂരിറ്റി റെസ്പോൺസ് ടീമിന് റൈലൻ എല്ലാം റിപ്പോർട്ട് ചെയ്തു. IIT റൂർക്കി എക്സിൽ പരസ്യമായി നന്ദി പറഞ്ഞു. വി അപ്ലോഡ് യുവർ റെസ്പോൺസിബിൾ ആൻഡ് എത്തിക്കൽ ബിഹേവിയർ. പോർട്ടൽ ഉടനെ ഫിക്സ് ചെയ്തു. പക്ഷേ NTA പോർട്ടലിന്റെ വൾണറബിലിറ്റി റൈലൻ ഫ്ലാഗ് ചെയ്തപ്പോൾ ഗവൺമെന്റ് റെസ്പോണ്ട് ചെയ്തില്ല. അദ്ദേഹത്തിന്റെ വർക്ക് പരസ്യമായി അക്നോളജ് ചെയ്തത് നിസർഗ അധികാരിയാണ്. ഒരു ടീനേജർ മറ്റൊരു ടീനേജറിന് നന്ദി പറയുന്നു. കാരണം ഇതെല്ലാം സംഭവിക്കുമ്പോൾ ഗവൺമെന്റ് നിശബ്ദമായിരിക്കുന്നു. ഒരാകത്തുക നോക്കിയാൽ നീറ്റ് തുടർച്ചയായി ചോരുന്നു. പരീക്ഷ എഴുതുന്ന ദശലക്ഷക്കണക്കിന് കുട്ടികളുടെ ഭാവിയാണ് അവതാളത്തിലാകുന്നത്. പല കുട്ടികളും സ്ട്രെസ് താങ്ങാനാവാതെ ആത്മഹത്യ ചെയ്യുന്നു. CBSE ടെൻഡറിലെ ക്രമക്കേടുകൾ ഒരു വിദ്യാർത്ഥി തന്നെ കണ്ടെത്തുന്നു, റിപ്പോർട്ട് ചെയ്യുന്നു. ആ റിപ്പോർട്ട് ചെയ്യുന്നവൻ പാകിസ്ഥാനി എന്ന് വിളിക്കപ്പെടുന്നു. CBSE ആൻസർ ഷീറ്റുകൾ പബ്ലിക്കലി ആക്സസിബിൾ ആകുന്നു. അത് കണ്ടെത്തുന്നത് മറ്റൊരു 19 വയസ്സുകാരൻ. JEE അഡ്വാൻസ്ഡ് ഡാറ്റ എക്സ്പോസ് ചെയ്യപ്പെടുന്നു. അത് കണ്ടെത്തുന്നത് വെറും 16 വയസ്സുകാരൻ. നീറ്റ് റീ എക്സാം പോർട്ടലിന്റെ സൂപ്പർ അഡ്മിൻ ബൈപ്പാസ് ചെയ്യാൻ കഴിയും. അതും കണ്ടെത്തിയത് ഇതേ 16 വയസ്സുകാരൻ. എന്നിട്ടും പഴി മുഴുവൻ ഈ കുട്ടികൾക്കും. അവർ കൊക്രോച്ച് പാർട്ടിയിലെ അംഗങ്ങളാണ്. അവർ ആന്റി നാഷണലാണ്. അവർ പാകിസ്ഥാനിലേക്ക് പോകണം. ടു ബി ഓണസ്റ്റ്, ആരാണ് പാകിസ്ഥാനിലോട്ട് പോകേണ്ടത്? സ്വന്തം ഭാവിക്ക് വേണ്ടി പരിശ്രമിച്ച് പാരന്റൽ പ്രഷറിനെ അതിജീവിച്ച് 16-18 മണിക്കൂർ ഉറക്കമിളച്ചിരുന്ന് പഠിച്ച് വർഷങ്ങളോളം വീണ്ടും വീണ്ടും പരീക്ഷ എഴുതി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന കുട്ടികളാണോ? അതോ അവർക്ക് ഈ ദുരിതം സമ്മാനിക്കുന്ന ഭരണകർത്താക്കളാണോ? അവർ ഏത് പാർട്ടിയിലായാലും. ദാറ്റ് ഈസ് ദി ആക്ച്വൽ ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് എ റിയാലിറ്റി. അതാണ് നിങ്ങൾ കാണേണ്ട വാസ്തവം. പക്ഷേ ഈ വീഡിയോ കാണുന്നവരിൽ തന്നെ ഒട്ടുമിക്കവരുടെയും ഉള്ളിൽ ബാധിച്ചിരിക്കുന്ന മതാന്ധത, ആ തിമിരം, അത് സത്യം കാണാൻ നിങ്ങളെ ഒരിക്കലും അനുവദിക്കുന്നില്ലെങ്കിൽ 5-10 ലക്ഷങ്ങൾ കൊടുത്ത് കോച്ചിങ് സെന്ററിൽ കുട്ടികളെ നിങ്ങൾ അയച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അത് അവരോട് ചെയ്യുന്ന കൊടും പാതകം മാത്രമാണ്, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കൊടും പാതകം. മറ്റേത് കാര്യത്തിനും അക്കൗണ്ടബിലിറ്റി, ഉത്തരവാദിത്തം ഇല്ലെങ്കിലും ഈ ഒരു കാര്യത്തിന് ഗവൺമെന്റ് 100% ഉത്തരവാദിത്തം പറഞ്ഞേ തീരും. കണ്ടു കഴിഞ്ഞെങ്കിൽ ഇനി തെരുവിളികൾ തുടങ്ങാം ഈ വീഡിയോയുടെ താഴെ എന്നെ.